എന്തുണ്ട് വിശേഷം? ഒരു പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. പ്രണവ് മോഹൻലാൽ നായകനായിട്ട് 2 കൊല്ലത്തോളമായി അദ്ദേഹം നായകനായിട്ട് വന്നിട്ടല്ലേ. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് DFR. ഇന്ന് 9:30 പ്രീമിയർ പെയ്ഡ് പ്രീമിയർ ഷോ ആണ് ഈ തുടങ്ങുന്നത്. ഏകദേശം 150 തിയേറ്ററിൽ മാത്രമേ ഉള്ളൂ. 150 തിയേറ്ററില്ല, 150 ഷോ മാത്രമേ ഉള്ളൂ ഇന്നുള്ളത്. അപ്പം ഒരു അതിഭീകരമായ ചിത്രം, മലയാളത്തിൽ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു ചിത്രം എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അതിൻ്റെ അണിയറ പ്രവർത്തകരൊന്നും പറഞ്ഞതല്ല, ഇങ്ങനെ ഓരോരോ വാർത്തകൾ വരുന്നതാണ്. അതെന്തുമാത്രം ശരിയാണെന്നറിയില്ല. ചിലപ്പം അവർക്ക് പേടിയുണ്ടാകുമ്പോൾ നമുക്ക് പേടി ഉണ്ടാകണമെന്നില്ലല്ലേ. ഏതായാലും എല്ലാവരും വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ്. 150 ഷോ എങ്ങാണ്ടേ ഉള്ളൂ ഇന്ന്. പെയ്ഡ് പ്രീമിയർ ഷോ ആണ്. നാളെ മുതലാണ് ഈ ചിത്രം ഔദ്യോഗികമായിട്ട് റിലീസാകുന്നത്, 31-ാം തീയതി. അപ്പം പ്രീഫെയിൽ കളക്ഷൻ വരുമ്പോൾ ഇന്നത്തെ കളക്ഷൻ മാത്രമായിട്ട് 60 ലക്ഷം ഉണ്ടോ. 150 ഷോയിൽ നിന്ന് 60 ലക്ഷം രൂപ. ഇത് എല്ലാ ഷോയും മിക്കവാറും എല്ലാം ഹൗസ്ഫുള്ളായ ഷോകളാണ്. തിരഞ്ഞെടുത്ത തിയേറ്ററിൽ മാത്രമേ ഉള്ളൂ, അടുത്തുള്ള തിയേറ്ററിലൊന്നും പ്രതീക്ഷിക്കേണ്ട. അപ്പം അങ്ങനെയാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ഇന്നത്തെ ഷോ 150 ഷോയിൽ നിന്ന് ചിലപ്പോൾ ഒരു പക്ഷേ 75 ലക്ഷത്തിന് മുകളിൽ കളക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതിൻ്റെ പ്രീസെയിൽ നമ്മൾ നോക്കുമ്പോൾ നാളത്തെയും കൂടെ നോക്കുമ്പോഴത്തേന് ഏകദേശം 1,10,00,000 കവിഞ്ഞു എന്നുള്ളതാണ്. ഒരു സാധാരണ ഹൈപ്പിൽ നിൽക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ ചിത്രത്തിന് കിട്ടുന്ന ഹൈപ്പിലേക്ക് ഈ ചിത്രം ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ പോസിറ്റീവാണ് ചിത്രം നേടുന്നതെങ്കിൽ ഭയങ്കര ഹൈപ്പിലേക്ക്. നമ്മൾ ഇപ്പോൾ സാധാരണ ചിത്രങ്ങളെല്ലാം കണ്ടുവരുന്നത് ഒന്നുകിൽ തികഞ്ഞ പരാജയമാകും, ഒരു പോസിറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ വളരെ ഹൈപ്പിലേക്ക് പോകും. അതാണിപ്പം സാധാരണ ചിത്രങ്ങളിൽ കണ്ടുവരുന്നത്. അതുതന്നെ ഈ ചിത്രത്തിനും പ്രതീക്ഷിക്കാം എന്ന് തോന്നുന്നു. രാഹുൽ സദാശിവൻ എന്ന സംവിധായകനെ പറ്റി എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷയാണ്. അദ്ദേഹത്തിൻ്റെ പ്രമേയവും ഒക്കെ നമുക്ക് അത്രമേൽ ഇഷ്ടപ്പെട്ട ചിത്രമായിരുന്നു. അപ്പം അദ്ദേഹത്തിൽ നിന്ന് മറ്റൊരു ചിത്രം, അതിൽ നിന്ന് വ്യത്യസ്തമായ ചിത്രം. പിന്നെ പ്രേതകഥകളൊന്നും ഇഷ്ടപ്പെടാത്തവർ വളരെ കുറവല്ലേ. എല്ലാവർക്കും പ്രേതകഥകൾ ഇഷ്ടമാണ്. പേടിപ്പിടിക്കുന്ന കഥകൾ കാണാൻ വേണ്ടി നമുക്ക് ഭയങ്കര താല്പര്യമാണ്. പേടിയൊക്കെ ഉണ്ടാകുമെങ്കിൽ അല്ലേ. ഇത് റിലീസ് ആകാൻ പറ്റിയ ടൈമാണ്. 9:30 മണിക്കാണ് ഇന്ന് റിലീസ് ആകുന്നത്. അപ്പം 9:30 മണിക്ക് റിലീസായിട്ട് ഇതിൻ്റെ ഫസ്റ്റ് റിവ്യൂ ഒക്കെ വരാൻ വേണ്ടി ഏകദേശം 12-12:30 മണി വരെയൊക്കെ കാത്തിരിക്കേണ്ടി വരും എന്ന് തോന്നുന്നു. പറ്റുന്ന ഒരു വിവരം എന്ന് പറയുന്നത്, എന്താ പറയുന്നത്, മോഹൻലാൽ ഈ ചിത്രത്തിലുണ്ടോ എന്നുള്ളതാണ് എല്ലാവരും ആംശയോട് കാത്തിരിക്കുന്നത്. നമുക്കിത് കൃത്യമായിട്ടുള്ള സൂചനയില്ല. മോഹൻലാലും കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര ഹൈപ്പിലായിരിക്കും പോകുന്നത്. നാളെയൊന്നും പിന്നെ ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. ഇപ്പം നമ്മൾ ബുക്ക് മൈ ഷോയിലെ റിപ്പോർട്ട് നോക്കുമ്പോൾ ഏകദേശം 2,220 ടിക്കറ്റാണ് മണിക്കൂറിൻ്റേതായി വിറ്റുമാറുന്നത്. കാരണം നാളത്തെ ടിക്കറ്റാണ് മിക്കവാറും വിറ്റ് പോകുന്നത്. അപ്പം മണിക്കൂറിൽ ഈ രീതിയിലുള്ള ടിക്കറ്റ് വിൽപ്പന നമ്മൾ കാണുന്നില്ല. പടം റിലീസായില്ല. അപ്പം മികച്ച രീതിയിലുള്ള, എനിക്ക് തോന്നുന്നു പ്രീഫെയിൽ നാളത്തെ പ്രീഫെയിൽ ഇന്ന് രാത്രിയിലോളം 2 കോടിക്കടുത്ത് പ്രീഫെയിലെത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നല്ല ഹൈപ്പിൽ തന്നെയാണ് ചിത്രം പോകുന്നത്. യാതൊരുവിധ പ്രൊമോഷനും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വലിയ പോസ്റ്റർ യുദ്ധങ്ങളൊന്നുമില്ല, വലിയ പ്രൊമോഷനൊന്നുമില്ല. ഈ കാണുന്ന ചെറിയ പ്രൊമോഷനിലൂടെയാണ് ചിത്രം വരുന്നത്. അപ്പം എന്നിട്ടും ഇത് ഭയങ്കര ഹൈപ്പ് ഉണ്ടാകണമെങ്കിൽ ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രണവ് വളരെ നാളിന് ശേഷം ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നു എന്നുള്ള പ്രത്യേകത. പ്രണവത്തിനെ പറ്റി പിന്നെ പറയാതിരിക്കുന്നതല്ല നല്ലത് അല്ലേ. മറ്റേതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ ചിത്രം കാണാൻ പ്രണവ് കൂടെ ഉണ്ടാകുമെന്ന് തോന്നുന്നു. കാരണം സഹോദരി വിസ്മയ മോഹൻലാലിൻ്റെ ചിത്രത്തിൻ്റെ തുടക്കമായിരുന്നു ഇന്ന്. അതിന് ക്ലാപ്പ് അടിച്ചത് പ്രണവാണ്. അന്നേരം ആ ഫംഗ്ഷന് പ്രണവ് അറ്റൻഡ് ചെയ്തു. ഇനി അതിന് ശേഷം വേറെ വല്ലതും പോകുമോ എന്നറിയില്ല. സാധാരണ പ്രണവിൻ്റെ ചിത്രങ്ങൾ റിലീസ് ചെയ്യുന്ന സമയത്ത് പ്രണവ് ഇവിടെ കാണാറില്ല. ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി പ്രണവ് ഈ ചിത്രം കാണാൻ വരുമോ ഇല്ലയോ എന്നറിയില്ല. ഏതായാലും മകളുടെ പടത്തിൻ്റെ തുടക്കം ഇന്നാണ്. മകൻ്റെ പുതിയ ചിത്രം ഇന്ന് റിലീസാകുന്നു. അപ്പം ലാലേട്ടനും കുടുംബവും ഒക്കെ ഈ ചിത്രം കാണാൻ ഇന്ന് എത്തുമോ എന്നുള്ളത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ്റെ ഭാര്യ സുചിത്രയും അതുപോലെ പ്രണവ് എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രണവ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും എത്താൻ സാധ്യതയില്ല. എന്നാലും നമുക്ക് അതെല്ലാം കാത്തിരുന്ന് കാണാം. എന്നാലും ഭയങ്കര ഹൈപ്പിൽ ഈ ചിത്രം നിൽക്കുന്നു. ഇതൊരു പക്ഷേ പോസിറ്റീവ് കിട്ടുകയാണെങ്കിൽ
നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ ലെവലിൻ്റെ അപ്പുറത്തേക്ക് ചിത്രം പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന സംവിധായകനെ പറ്റി നമുക്ക് വളരെ പ്രതീക്ഷയാണ്. പ്രണവിൽ നിന്ന് വളരെ വ്യത്യസ്തമായ റോളാണ് ഇതിൻ്റെ ട്രെയിലറും ടീസറും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇതിൻ്റെ കഥ വ്യക്തമായിട്ട് നമുക്ക് ഇതിനകത്ത് മനസ്സിലാകുന്നില്ല. അതൊക്കെ തന്നെയാണല്ലോ ചിത്രം കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. കാത്തിരിക്കാം. പിന്നെ ഈ പറയുന്ന വാർത്ത അനുസരിച്ച് അതിഗംഭീര പടമാണ്, അതുപോലെ പേടിപ്പെടുത്തുന്ന ചിത്രമാണ്, മലയാളത്തിൽ ഇങ്ങനെ ഒരു ചിത്രം ഇറങ്ങുന്നില്ല എന്നൊക്കെ പറയുന്നു. അത് നമ്മൾ കണ്ടു കഴിഞ്ഞാണ് നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. ഈ അല്ലാതെ വരുന്ന വാർത്തകളൊന്നും നമുക്കത്ര വിശ്വസിക്കാൻ പറ്റത്തില്ല. ചിത്രം കണ്ടിട്ട് ഓരോ മനുഷ്യനും ഓരോ രീതിയിലാണ് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ഒക്കെ കഴിയുന്നത്. ഏതായാലും ഇന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തവരുണ്ടെങ്കിൽ പോയി കാണുക. അപ്പം ഇതിൻ്റെ കൃത്യമായിട്ടുള്ള റിവ്യൂ ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്താം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും എത്തും വരെ ഓക്കെ.